ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുമസ് എന്നത് ഒരാഘോഷമല്ല, ഓരോ ആത്മാവിനെയും തൊട്ടുണർത്തുന്ന ദൈവത്തിൻ്റെ പുഞ്ചിരിയാണത്. ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചവന് മറ്റൊരു വാക്കുകൊണ്ട് ഈ ലോകം മുഴുവനെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും കന്യകാമറിയത്തിലൂടെ മനുഷ്യനായി പിറന്ന ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന അനുഭവമാണ് ക്രിസ്തുമസ്. ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ നസ്രത്തിലെ മേരി എന്ന യഹൂദ പെൺകുട്ടി. പാരമ്പര്യം പറയുന്നു, ഓരോ യഹൂദ സ്ത്രീകളുടെയും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച സ്വപ്നമായിരുന്നു രക്ഷകൻ്റെ അമ്മയാകുക എന്നത്. എന്നാൽ തൊട്ടിലൊരുക്കി കാത്തിരുന്നവരേക്കാൾ ദൈവത്തിൻ്റെ കണ്ണുടക്കിയത് ഹൃദയത്തിൽ നന്മ നിറഞ്ഞവളിലായിരുന്നു. അതെ, രക്ഷകനെ ഈ ലോകത്തിന് സമ്മാനിക്കുവാൻ കൃപ നിറഞ്ഞവളായ മറിയത്തിൻ്റെ സമ്മതത്തിനായി ഗബ്രിയേൽ ദൂതനെ അയച്ച് സ്വർഗം കാത്തിരുന്നു. വലിയ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും ആ സാധു പെൺകുട്ടി കളങ്കമില്ലാത്ത വിശ്വാസത്താൽ മാലാഖയോട് തൻ്റെ സമ്മതമറിയിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എന്നിലും നിന്നിലും ഈശോ പിറക്കാനുള്ള അവസരമാണ്. ഹൃദയത്തിൽ എളിമയും ആത്മാവിൽ പരിശുദ്ധാത്മാഭിഷേകവും ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള ചങ്കൂറ്റവും പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കുമുണ്ടെങ്കിൽ ക്രിസ്തു എന്നിലും നിന്നിലും പിറവിയെടുക്കും. നമ്മുടെ 1000 സ്വപ്നങ്ങളെക്കാളും കിനാവുകളെക്കാളും ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താലോ? തൻ്റെ ഉദരത്തിലൊരുവായ ദിവ്യശിശു ദൈവപുത്രനാണ് എന്ന ചിന്തയിൽ കണ്ണിമ വെട്ടാതെ ദൈവത്തെ മാത്രം ധ്യാനിച്ച പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അപ്രതീക്ഷിതമല്ല എന്നും ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ടെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവഹിതത്തിന് എപ്പോഴും ആമേൻ പറയാം.